ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വന്യവൈദികർ, പ്രിയ സഹോദരങ്ങളെ, ശിഷ്ടസജ്ജന്റെ നിരാളത്തിൽ ദുഃഖാതരായ ഭക്തിപിത്രാദികൾ, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അച്ഛൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
വിജ്ഞാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വായന. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ദോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ്. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ ചെയ്തു. കൊലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പെടുന്നു. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരനെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എൻ്റെ പിന്നിലുള്ളവരെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവരെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം.
സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുകയും ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിക്കുകയും. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗതികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സ്വർഗസ്ഥനായ പിതാവേ, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അങ്ങയുടെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ദൈവമേ, സന്യാസത്തിലൂടെ സ്നേഹത്തികവിൻ്റെ പാതയിലേക്ക് അങ്ങ് വിളിച്ച സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന അടയാളമായി പരിപാലിക്കുകയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുചേരാൻ അനുവദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ പകരാൻ സ്വയം കുറിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരൻ സിക്സ്റ്റസ് പാണ്ഡ്യപ്പള്ളി അച്ഛനെ അങ്ങയുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കണമേ. ഈ സഹോദരനെ പോലെ ഞങ്ങളും സ്നേഹത്തിൻ്റെ മാത്രം പാതയനുസരിച്ച് മരണത്തിലൂടെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ക്രിസ്തുവിൽ സ്നേഹമുള്ളവർ, 1934 ജൂലൈ 21 കേരളത്തിലെ ചെട്ടിക്കാടുള്ള വാവക്കാടിലാണ് സിസ്റ്റസ് പാണ്ഡിപ്പിള്ളിയേച്ചൻ ജനിച്ചത്. 1957 അദ്ദേഹം മഞ്ഞുമൽ പ്രോവിൻസിൽ അംഗമായി ചേർന്നു. തമിഴ്നാട്ടിലെ പോത്തന്നൂരിൽ വെച്ച് അദ്ദേഹം തൻ്റെ പ്രഥമ വ്രത വാഗ്ദാനവും മഞ്ഞുമലിൽ വെച്ച് അദ്ദേഹം തൻ്റെ നിത്യവ്രത വാഗ്ദാനവും സ്വീകരിച്ചു. 1966 മാർച്ച് 14 മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ച് അദ്ദേഹം അഭിഷിക്തനായി. തമിഴ്നാട്ടിലെ മണ്ണിക്കര മിഷന്റെ മികച്ച മിഷണറിയാണ് സിസ്റ്റസ് അച്ഛൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയമനം പെരുമ്പളപ്പിൽ തിരുക്കുടുംബ ആശ്രമത്തിലായിരുന്നത് നിയമിതനായ വർഷം തന്നെ അദ്ദേഹം മണലിക്കരയ്ക്ക് മിഷൻ പ്രവർത്തനത്തിനാണ് പുറപ്പെട്ടു. ഏകദേശം 10 വർഷത്തോളമാണ് അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ അവിടെ വ്യാപിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം മുംബൈയിൽ നിയമിതനായി. അവിടെ അദ്ദേഹം 8 വർഷത്തോളം തമിഴ് സമൂഹത്തിന് ഇടവകയ്ക്കും വേണ്ടി സേവനമനുഷ്ഠിച്ചു. വീണ്ടും മണലിക്കര മിഷന് അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമായി വന്നു. 1983-88 കാലഘട്ടത്തിൽ അദ്ദേഹം മണലിക്കരയിൽ തിരിച്ചു വന്നു. അവിടെ നിന്ന് വീണ്ടും മുംബൈയിലേക്ക്. പിന്നീട് അന്നമനയിലെ നൗഷേദ് ഹൗസിൽ ആശ്രമത്തിലെ അംഗമെന്ന നിലയിൽ ആശ്രമ ശ്രേഷ്ഠൻ എന്ന നിലയിൽ 6 വർഷങ്ങൾ. ഒരിക്കൽ കൂടി മുംബൈയിലേക്ക് തിരിച്ചുപോയ സിസ്റ്റസ് അച്ഛൻ തൻ്റെ ബാക്കി വർഷങ്ങൾ കോട്ടഗിരിയിലെ ബെൽമോൺ പ്രയർ ഹൗസിലാണ് ചെലവഴിച്ചത്. ഹൃദയസ്തംഭനം മൂലം 2021 ജനുവരി 8 സെയിൻറ്റ് ജോസഫ് മഞ്ഞുമൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം തൻ്റെ നിത്യ സമ്മാനത്തിന് യാത്രയായി.
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഏറ്റവും സ്നേഹം ബഹുമാനപ്പെട്ട കൗൺസിലർമാരെ, മഞ്ഞുങ്കൽ ആശ്രമ ശ്രേഷ്ഠനും പള്ളി വികാരിയുമായ ബഹുമാനപ്പെട്ട ടൈറ്റസ് ശരിയച്ച, സിസ്റ്റർ സത്യത്തെ ബന്ധുവും ഞങ്ങളുടെ സഭാംഗങ്ങളുമായ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പാട്ടിപ്പള്ളിയച്ച, സിസ്റ്റർ സത്യൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വാസസമയത്ത് ഉണ്ടായിരുന്ന ആശ്രമത്തിലെ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട ബിജു തള്ളിക്കൊടച്ച, മറ്റ് വൈദികരെ, വളരെ പ്രത്യേകമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് പ്രൊവിൻസിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സിസ്റ്റർ പാട്ടിപ്പള്ളിയച്ഛൻ്റെ കുടുംബാംഗങ്ങൾ, മറ്റു സഹോദരങ്ങൾ, 1934 ആരംഭിച്ച ഒരു ജീവിതം 2021 ഓട്ടം പൂർത്തിയാക്കി കടന്നു പോവുകയാണ്. മഞ്ഞുമൽ കമ്മ്യൂണിത്ത സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു യാത്രയയപ്പല്ല ശിഷ്ടസത്തിന്. അതിനേക്കാൾ ഉപരിയായി ബഹുമാനപ്പെട്ട ആൻസ്റ്റലമച്ചൻ്റെ മരണത്തിന് ശേഷം ഏതാനും വർഷങ്ങളായി മഞ്ഞുമൽ കർമ്മേത്ത സഭയുടെ പ്രായത്തിൽ ഏറ്റവും മൂത്ത കാരണവരായ ശിഷ്ടസച്ചന് ഞങ്ങൾ നൽകുന്ന യാത്രയയപ്പാണ്. എന്തെന്നാൽ അച്ഛനായിരുന്നു ഏതാനും വർഷങ്ങളായിട്ട് മഞ്ഞുമൽ കർമ്മേത്ത സഭയുടെ ഏറ്റവും പ്രായമുള്ള കാരണവർ. ഒരു ചരിത്രവും പൂർത്തിയാക്കി അച്ഛൻ കടന്നു പോവുകയാണ്. ഈ യാത്രാവേളയിൽ സഭയും സമൂഹവും നമുക്കൊരുമിച്ച് ഒന്നുചേരാം. അച്ഛന് അവസരോചിതമായ യാത്രാമംഗളങ്ങൾ നേരാൻ തൻ്റെ സർവശക്തനായ പിതാവിൻ്റെ അടുക്കിലേക്ക് അച്ഛൻ കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരുവൻ സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കർത്താവിൻ്റെ പാതയിൽ പ്രവേശിച്ച് തൻ്റെ ജീവിതം ഓടിത്തീർക്കുവാനുള്ളതാണ്. സിസ്റ്റർ സച്ചൻ തൻ്റെ ജീവിതത്തിലൂടെ ഇത് പ്രാവർത്തികമാണ്. സഭാജീവിതം എന്നാരംഭിച്ചു അന്നു മുതൽ ഈ അവസാന നാൾ വരെയും ഓടിത്തീർത്ത ഒരു വലിയ മിഷനാണ്. അച്ഛൻ്റെ ഈ ഓട്ടത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു. ആരംഭങ്ങളില്ലാത്ത ഒരു ജീവിതം, ഒച്ചപ്പാടുകളുടെ മധ്യത്തിൽ മൗനിയായിരിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും സാധിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. കൃത്യനിഷ്ഠയുള്ള ജീവിതമായിരുന്നു അച്ഛൻ്റെ. അതുകൊണ്ട് തന്നെ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനായിട്ട് അച്ഛന് സാധിച്ചു. ആരംഭങ്ങളില്ല എങ്കിലും സത്യത്തിൻ്റെ മുഖത്വവും സത്യമെന്ന് പറയുവാനും തെറ്റിനെ തെറ്റെന്ന് പറയുവാനുമുള്ള ചങ്കൂറ്റവും സിസ്റ്റർ സച്ചൻ്റെ മുതൽക്കൂട്ടായിരുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ വൃത്തിയിലുള്ള പ്രവർത്തനം ഓരോന്നും നാം എടുത്തു നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെ സമയം ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് തമിഴ്നാട്ടിലെ തമിഴ് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ അച്ഛൻ്റെ മരണവിവരം ഇന്ത്യയിലെ കർമ്മേത്ത സഭയിലെ എല്ലാ പ്രൊവിൻഷ്യന്മാരെയും പ്രോവിൻസിനെയും അറിയിച്ചപ്പോൾ തമിഴ്നാട് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ പെരിയ ബഹുമാനപ്പെട്ട നേശപടിയച്ഛൻ അപ്പോൾ തന്നെ എനിക്ക് ഒരു സന്ദേശം അയക്കുകയുണ്ടായി. ഒരു വലിയ മിഷനറി യാത്രയാവുകയാണ്. തമിഴ് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ മിഷനറി. അച്ഛൻ്റെ ഹൃദയം എന്നും തമിഴ്നാട്ടിലായിരുന്നു, തമിഴ് മക്കൾക്ക് വേണ്ടിയായിരുന്നു. അത് ഏവർക്കും സുപരിചിതമായ ഒരു കാര്യം കൂടിയാണ്.
പലർക്കും ചെന്ന് ജീവിക്കുവാനായിട്ട് ഇഷ്ടമില്ലാത്ത രംഗങ്ങളിലൊക്കെ അച്ഛൻ ചെല്ലുകയും അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയായിരിക്കണം കഴിഞ്ഞ 13 വർഷമായിട്ട് മഞ്ഞുമൽ കർമ്മരത്വ സഭയ്ക്ക് ഇനി ആകെയുള്ള തമിഴ്നാട്ടിലെ ഭവനത്തിൽ ആയിരിക്കുവാനാണ് അച്ഛൻ ആഗ്രഹിച്ചത്. വേണമെങ്കിൽ അച്ഛൻ്റെ ജീവിതാവകാശം അതുതന്നെയായിരിക്കണം. താൻ ഏത് നാടിനു വേണ്ടി ജീവിച്ചുവോ അവിടെ ആയിരിക്കുമ്പോൾ മരിക്കണം. തീർച്ചയായിട്ടും ആ ഭവനത്തിലെ അംഗമായിരുന്നപ്പോൾ തന്നെ അച്ഛന് മരിച്ച് ഈ ലോകത്തിൽ യാത്രയാകുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അച്ഛൻ്റെ ജീവിതാവകാശം ദൈവം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. സ്നേഹിതരെ, അച്ഛന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അതോടൊപ്പം മഞ്ഞുമൽ കർമ്മരത്വ സഭയ്ക്ക് പാണ്ഡ്യപ്പള്ളി കുടുംബത്തോട് ഒത്തിരിയേറെ നന്ദിയുണ്ട്. 12 മക്കളിൽ ഒരുവനെ സഭയ്ക്ക് നൽകുവാനായിട്ട് നല്ല മനസ്സ് കാണിച്ച അച്ഛൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ സഹോദരങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കാരണം എന്നും എപ്പോഴും അച്ഛന് താങ്ങായി തണലായി അച്ഛനുണ്ടായിരുന്നു. എനിക്കറിയാം അച്ഛൻ വീട്ടുകാരെ ഒത്തിരി സ്നേഹിച്ചിരുന്നതുകൊണ്ട് ഒത്തിരി സമയം അവരോടുകൂടി ചിലവഴിക്കാറില്ലായെങ്കിലും അച്ഛൻ്റെ ഉള്ളിൽ അവരോട് സ്നേഹമെന്നുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ പാണ്ഡ്യപ്പള്ളി കുടുംബാംഗങ്ങളെ ഒത്തിരി സ്നേഹത്തോടുകൂടി മഞ്ഞുമൽ കർമ്മരത്വ സഭ നിങ്ങളോട് നന്ദി പറയുകയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വൈദികനായിരുന്നെങ്കിലും ദൈവം വഴി യാത്ര ചെയ്തുവെങ്കിലും മനുഷ്യനായിരുന്നല്ലോ അച്ഛൻ. അതുകൊണ്ട് തന്നെ മാനുഷികമായ ബലഹീനതകൾ അച്ഛന് ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ യാത്രാവേളയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പാപനിർമ്മികളിൽ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം. സർവശക്തനായ അങ്ങ് അച്ഛൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സന്നിധിയിലേക്ക് എടുക്കണമേ എന്ന പ്രാർത്ഥനയുമായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്യുന്നു. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ എനിക്കായി പരിശുദ്ധപ്പെടുത്തുള്ളൂ. എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നാം നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് സേവനം ചെയ്യുന്നവരുടെ എല്ലാം മഹത്വം അങ്ങാകുന്നുവല്ലോ. യേശുവിനെയും അവിടുത്തെ അമ്മയെയും അനുകരിക്കുന്നതിൽ ജ്ഞാനസ്നാന ജലത്താലും കർമ്മലയുടെ ശൃംഖലയാലും ഐക്യപ്പെട്ടിരിക്കുന്ന പരേതനായ ഞങ്ങളുടെ സഹോദരൻ സിസ്റ്റേഴ്സ് പാർട്ടിക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. സ്രഷ്ടാവും രക്ഷകനുമായ അങ്ങയെ അനുഗ്രഹം ദർശിക്കുവാനുള്ള വരം ദയാപൂർവ്വം നൽകുവാൻ കഴിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തെ ഞങ്ങൾ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അതാ മലമകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻകുടിയെ പോലെയോ ആണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ട് അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട്
ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കുന്നു. ഞാൻ വ്യാപരിക്കുന്നു. മരണക്കിണിയിൽ എന്നെ ഓവാനം ചെയ്തു. പാതാളവാസങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ വ്യാപരിക്കുന്നു. എന്റെ ജീവൻ രക്ഷിക്കണമേ. ജീവിക്കുന്നവരുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കുന്നു. ഞാൻ വ്യാപരിക്കുന്നു. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവുമാണ്. വെളിവെളി കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലത്തെത്തിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജീവിക്കുന്നവരുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കുന്നു. ഞാൻ വ്യാപരിക്കുന്നു. തന്റെ വിശുദ്ധരുടെ മണ്ണം കർത്താവിന് അധീനമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ നോക്കൂ. ജീവിക്കുന്നവരുടെ നാട്ടിൽ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ വ്യാപരിക്കുന്നു. ഞാൻ വ്യാപരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണം. എന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നാളെ അയച്ചിരിക്കുന്നതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിന് ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. കർത്താവിന്റെ സുവിശേഷം. സ്തുതിയിലേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട വലിയ ബഹുമാനപ്പെട്ട മനുഷ്യരച പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, സഹകാർമ്മികരെ, പാണ്ഡിത്യച്ചനെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ,
പ്രിയ ബഹുമാനപ്പെട്ട ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, പ്രാർത്ഥനയുടേതായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആമുഖ പ്രസംഗത്തിൽ പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞതുപോലെ മഞ്ഞുമൽ പ്രോവിൻസിന്റെ കാരണവർക്ക് ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ നാം യാത്രയായിട്ട് നൽകുമ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ കടന്നു വന്ന വഴികൾ, അച്ഛൻ പകർന്നു നൽകിയ നല്ല മാതൃകകൾ, പങ്കുവച്ച നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത്. അച്ഛനെ സ്നേഹിച്ചവർ ഒത്തിരിയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ദൂരെ തമിഴ്നാട്ടിൽ നിന്ന് ഈ ഒരു കോവിഡ് പശ്ചാത്തലം അവഗണിച്ചുകൊണ്ട് പോലും വൈദികരും ഇടവക അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യമായി തന്നെ മഞ്ഞുമൽ പ്രോവിൻസിന്റെ പേരിലുള്ള അനുശോചനം പാണ്ഡ്യപ്പള്ളി കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. വേർപാട് എന്നും ദുഃഖപൂർണ്ണമാണ്, പറയുവാൻ എളുപ്പമാണ്. പക്ഷേ വേർപാട് എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയും. സിക്സസ് പാണ്ഡ്യപ്പള്ളി അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോകുക. ഒരു ഉത്തമ സന്യാസി, ഒരു ഉത്തമ വൈദികൻ, ഒരു ഉത്തമ മിഷണറി, അതുപോലെ തന്നെ തമിഴകത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അച്ഛൻ്റെ ജീവിത ശൈലി, ഇതൊക്കെ ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയും. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ക്രൈസ്റ്റ് യെസ്റ്റർഡേ, ക്രൈസ്റ്റ് ടുഡേ ആൻഡ് ക്രൈസ്റ്റ് ഫോർഎവർ. ഇന്ന് ഈ അത്താഴം നിൽക്കുമ്പോൾ സിക്സ്ത് സത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വചനമാണ് എന്നിലേക്ക് കടന്നു വരിക, എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ക്രൈസ്റ്റ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ സംസാര വിഷയം മുഴുവൻ സിക്സ്ത് സത്തിന്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും സിക്സ്ത് സച്ചൻ പ്രോവിൻസിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ക്രൈസ്റ്റ് ടുഡേ എന്ന് പറയുമ്പോൾ ഇന്ന് നാം സിക്സ്ത് സത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവമേ, പാപങ്ങളുടെ കറ നീക്കി ഞങ്ങളുടെ ഈ വലിയ വൈദികനെ, ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെ, ഞങ്ങളുടെ ഈ മുതിർന്ന സഹോദരനെ അങ്ങയുടെ സന്നിധിയിലേക്ക് സ്വീകരിക്കുന്നത്. ക്രൈസ്റ്റ് ഫോർഎവർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കൂടെ ഒരു ഭാഗമാണ്. ക്രിസ്തു വിഭാവനം ചെയ്ത, ക്രിസ്തു പങ്കുവെച്ച, ക്രിസ്തു നമ്മോട് വാഗ്ദാനം ചെയ്ത ആ നിത്യജീവിതത്തിലേക്ക് നാം കടന്നു വരേണ്ടവരാണ്. ആ ജീവിതം ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറെടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു മരിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, സിക്സ്ത് സത്തിന് വേണ്ടി കൂടിയാണ്. ദൈവം സിക്സ്ത് സത്തിനെ ജ്ഞാനസ്ഥലത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി ദിവ്യബലിയിലൂടെ പരിപോഷിപ്പിച്ചു. അനുരഞ്ജനപര പ്രകാശികളെ സൗഖ്യപ്പെടുത്തി സന്യാസ മൃത വാഗ്ദാനത്തിലൂടെ തനിക്ക് പ്രിയപ്പെട്ടവരായി തിരഞ്ഞെടുത്തു. പൗരോഹിത്യത്തിലൂടെ തന്റെ തന്നെ പ്രതിപുരുഷനാക്കി മാറ്റി. ഇത് സിക്സ്ത് സത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. ഇതിന് നമുക്ക് നന്ദിയാറില്ല. ദൈവം നൽകിയ വിശ്വാസവും സഭ വരവേൽപ്പിച്ച ഉദാശകളുടെ പരികർമ്മവും വഴി ദൈവജനത്തിന് പ്രിയപ്പെട്ടവനും ദൈവജനത്തിന് വിശുദ്ധീകരണ മാർഗവുമായി തീർന്നു സിക്സ്ത് സച്ചൻ. സ്വീകരിച്ച സന്യാസ ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സിക്സ്ത് സച്ചൻ അത് എന്നും ആസ്വദിച്ച് ജീവിച്ചു എന്ന് വേണം പറയുവാൻ. ഒരു കപ്പലിട്ട സന്യാസി എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിത നൈർമല്യത്തിലൂടെയും
പ്രാർത്ഥനയിലൂടെയും പരിത്യാഗ പ്രവർത്തികളിലൂടെയും മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതോടൊപ്പം തന്നെ തന്നെ വിശുദ്ധി സ്വായത്തമാക്കുകയാണ് ചെയ്യുക. ഇത് സിക്സ്ത് സെഷനില് നമുക്ക് എല്ലാ കാലത്തും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനുമായിട്ട് 3 വർഷത്തെ പരിചയം മാത്രമാണുള്ളത്. എന്നാൽ ആ 3 വർഷക്കാലവും അച്ഛൻ പങ്കുവച്ച അനുഭവങ്ങളും അച്ഛനുമായിട്ട് ഇടപഴകിയ അവസരങ്ങളും ഒക്കെ ഈ സന്യാസ വിശുദ്ധിയുടെ ഈ സന്യാസ വ്രത വാഗ്ദാനം അച്ഛൻ നെഞ്ചോട് ചേർത്തതിന്റെ ആ സന്തോഷം ഒത്തിരി സമയങ്ങളിലും ഒത്തിരി അവസരങ്ങളിലും പങ്കുവെച്ച് നൽകിയിട്ടുണ്ട്. ഒരു വൈദികൻ എന്ന നിലയിൽ സഭയുടെ വിവിധ മേഖലകളിൽ താൻ എവിടെയൊക്കെ അയക്കപ്പെട്ടുവോ, അത് വെള്ളലിക്കരയിലും മധുര ഡയസിലെ അനുബന്ധപ്പെട്ട അതുപോലെ മറ്റു സ്ഥലങ്ങളിലും മുംബൈയിലും പോത്തന്നൂരും ഒക്കെ അച്ഛൻ തന്റെ പ്രവർത്തന മേഖലകളായി തിരഞ്ഞെടുത്തു. അവിടെയൊക്കെ അച്ഛൻ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത്. മുംബൈയിലെ മിഷണറി പ്രവർത്തനം ചപ്ലൻസി പൂർത്തിയാക്കിയ ശേഷം പ്രൊവിൻഷ്യൽ അച്ഛൻ കോട്ടഗിരിയിലേക്ക് അച്ഛൻ ട്രാൻസ്ഫർ കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, തണുപ്പ് എൻ്റെ പ്രായത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, എന്നാൽ ഞാൻ 1 മാസം പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദേശീയത്തിനോട് പറഞ്ഞ വാക്കുകൾ പല പ്രാവശ്യമായിട്ട് 6% എന്നോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ 1 മാസം പിന്നീട് അങ്ങോട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ദേശീയത്തെ ചോദിച്ചു, എങ്ങനെയുള്ള അച്ഛനെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, ഏതാണ്ട് ഈ വർഷം കൂടി ഞാൻ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചു നിന്നു. ആ നിൽപ്പ് എന്ന് 10-11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ കോട്ടഗിരിയിൽ നിൽക്കാൻ തെരഞ്ഞെടുത്തത് അവിടെ തൻ്റെ ഇത്രയും കാലം താൻ സ്നേഹിച്ചതും നെഞ്ചോട് ചേർത്തതുമായ തമിഴ് മിനിസ്ട്രി അവിടെ ഉണ്ടായിരുന്നത് കൂടിക്കൊണ്ടു. ആ തമിഴ് മിനിസ്ട്രിയിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. അതിൽ അദ്ദേഹം പൂർണ്ണത കണ്ടെത്തിയിരുന്നു. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, അച്ഛൻ്റെ കുടുംബത്തിൽ ഒരു വിവാഹ ആശീർവാദത്തിനായിട്ട് ശനിയാഴ്ച അച്ഛൻ വീട്ടിലേക്ക് ചെട്ടിക്കാടേക്ക് പോയി. തിങ്കളാഴ്ച കോട്ടഗിരിയിലുള്ള ഇടവക ദേവാലയത്തിൽ വികാരിച്ച് കുർബാനയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ സാവധാനം വന്നാൽ മതി, കുർബാന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എങ്കിലും 6th സെഷൻ ആ വിവാഹ ആശീർവാദ കർമ്മം കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ വണ്ടിപ്പിടി കുടുംബത്തിലുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. സഹോദരി പുത്രന്റെ ബൈക്കിൽ കയറി ഏറ്റവും അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി കെട്ടിയ വാഹനങ്ങളിലൊക്കെ കടന്ന് കോട്ടഗിരിക്ക് യാത്ര തിരിച്ചു. രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ എന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുകയാണ്, സേവനച്ചു, ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്, അച്ഛൻ ബൈക്കുമായിട്ട് വന്നു. ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ട് വന്നു അച്ഛൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണമായിരുന്നു. അച്ഛൻ സാവധാനം അച്ഛൻ ക്ഷീണം മാറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞില്ലെങ്കിലും രാവിലെ തന്നെ അച്ഛൻ കുർബാനയ്ക്ക് പോകാൻ കഴിയും. അച്ഛൻ ആ കുർബാനയ്ക്ക് പോയി ഭംഗിയായിട്ട് ചെയ്തു. വീണ്ടും അവിടുത്തെ റോഡുകൾ മോശമായി, ബൈക്ക് ഓടിക്കുന്നത് തന്നെയുള്ള കിഴക്കത്തിലൂടെ റോഡിലൂടെ ബൈക്ക് ഓടിക്കുന്നത് അച്ഛൻ്റെ ആരോഗ്യത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ബൈക്ക് ഓടിക്കുന്നത് നിർത്തിയപ്പോൾ, അച്ഛനോട് നിർത്താൻ പറഞ്ഞപ്പോൾ അച്ഛൻ ആകെ സങ്കടത്തിലായി. അവിടെ പാട്ടി പാർക്കിനടുത്തുള്ള നല്ലായി പറഞ്ഞിട്ടും അവിടെ അടുത്തുള്ള CSST മഠത്തിലുമൊക്കെ തമിഴ് കുർബാന ചെല്ലുന്നത് മുടങ്ങുമല്ലോ എന്നുള്ള ആശങ്കയായി. പക്ഷേ അച്ഛൻ്റെ മനോധൈര്യം അതിന് വിട്ടുകൊടുക്കാതെ കാലത്ത് തണുപ്പും ചാറ്റൽ മഴയും ഉണ്ടായിട്ടും ഉടുപ്പൊക്കെ മടക്കി ഒരു ബാഗിൽ വെച്ച് അച്ഛൻ നേരത്തെ തന്നെ നടന്ന് നല്ലായി പള്ളികളിലേക്ക് പോയി കുർബാന സ്ഥിരമായിട്ട് ചെയ്തു. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇത് ചെയ്തു കൊള്ളാം എന്ന് അച്ഛൻ പറയുകയുണ്ടായി. തുടർന്ന് നിങ്ങളതിന് അനുവദിച്ചു പറഞ്ഞ അച്ഛൻ വീട്ടിൽ ചെയ്തു. വീണ്ടും മറ്റൊന്ന് ഓർക്കുന്നത് അച്ഛൻ്റെ തമിഴ് ഭാഷയിലുള്ള പാണ്ഡിത്യമാണ്. അവിടെ അടുത്ത
ഫ്രാൻസിസ്കൻ കോൺവെന്റിൽ അന്ന് വരെ പ്രൊഫഷൻ നടത്തിയിരുന്നത് ഇംഗ്ലീഷിലാണ്. എന്നാൽ വേറെ ദേശീയരായ 2-3 കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫഷൻ വന്നപ്പോൾ അത് തമിഴിലേക്ക് ആക്കണമെന്ന് അവർ സിക്സ്ത് സെഞ്ചുറി സമീപിച്ച് ആവശ്യപ്പെട്ടു. വളരെ മനോഹരമായിട്ട് നല്ല ആലങ്കാരിക ഭാഷ തമിഴ് ഭാഷയിൽ അച്ഛനത് നിർവഹിച്ചു. അന്നത്തെ ബിഷപ്പായ ആരോഗ്യസ്വാമി ആ പ്രൊഫഷൻ വന്നതിന് ശേഷം ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചോദിച്ചു, ഇതാര് ചെയ്തു? സിക്സ്ത് സെഞ്ചുറി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, തമിഴ് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിക്ക് പോലും ഇത്ര വ്യക്തമായിട്ട് ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല. ഇത് വളരെ മനോഹരമായി. ഇങ്ങനെ ഒത്തിരിയേറെ തമിഴ് അച്ഛന് ഒരു ഇറ്റ് വാസ് എ പാഷൻ ഫോർ തമിഴിന് വേണ്ടി, തമിഴ് ഭാഷയ്ക്ക് വേണ്ടി, തമിഴ് മക്കൾക്ക് വേണ്ടി അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. കുറച്ചു മുമ്പ് കുമാരികൾക്ക് ബിജു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചു, അച്ഛൻ അസുഖമായി ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞത് ഇല്ല, സാരമില്ല, ഞാൻ ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് ഒത്തിരി വൈകി, ഒത്തിരി നാൾ വൈകി. ഇവിടെ വന്നതിന് ശേഷവും അച്ഛൻ അങ്ങോട്ട് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അച്ഛനോട് സംസാരിച്ചത്, അച്ഛനോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് അങ്ങോട്ട് പോയത്. കോട്ടഗിരിയിലായിരിക്കുമ്പോൾ മറ്റൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, അച്ഛന് ആ ആശ്രമത്തിലുണ്ടായിരുന്ന വളർത്തു മൃഗങ്ങളോടും പ്രത്യേക താല്പര്യം. അവിടെ ഉണ്ടായിരുന്ന പൂച്ചകളോടും ആടുകളോടും ചെമ്മരി ആടുകളോടും ഒക്കെ അച്ഛൻ ശാന്തമായിട്ട് സംസാരിക്കുമായിരുന്നു. അവരത് മനസ്സിലാക്കിയിരുന്നു. കാരണം അച്ഛൻ പുറത്തിറങ്ങിയാൽ മധ്യാഹ്നത്തിലുള്ള ആ ചെറിയ റെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പൂച്ച വാതിക്കൽ വന്ന് കാത്തിരിക്കുന്നതാണ് അച്ഛനെ കുത്തിക്കൊണ്ടുപോകും. അവയൊക്കെ അച്ഛൻ പ്രത്യേക പേര് ചെന്ന് വിളിച്ചിരുന്നു. ആ ചെമ്മരിയാണ് പൂച്ചയും അച്ഛൻ നടക്കാൻ സായാഹ്ന സവാരിക്ക് പോകുമ്പോൾ അച്ഛനെ കൂടെ പോകുമായിരുന്നു. നിങ്ങൾ കോട്ടഗിരിയിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ആ വഴിയിലൂടെ കോട്ടാങ്കോൾ പ്രദേശത്തിന്റെ ആ വഴിയിലൂടെ ചുറ്റി ഇറക്കം ചുറ്റി വരുന്ന വഴികളിലൂടെ ഈ ചെമ്മരിയാളും പൂച്ചയും അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു. നാട്ടുകാർക്ക് കാണുന്നവർക്ക് ഒരു അതിശയമാണ്. അച്ഛൻ്റെ പുറകെ ആട് പോകുന്നത് കൊണ്ട് അവര് വിചാരിച്ചു അച്ഛൻ്റെ കയ്യിൽ കിടന്നും ഭക്ഷണമെന്നത് കണ്ടിട്ടായിട്ടാണ് പോകുന്നത്. പക്ഷെ അവരെ സ്നേഹിച്ചു, അവരെ പരിപാലിച്ചു. അച്ഛൻ്റെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് ദൈവം നൽകിയ സിക്സ്ത് സെഞ്ചുറിയിലൂടെ ദൈവം നൽകിയ ഈ അനുഭവ സമ്പത്തിന്, ഈ വലിയ കാര്യങ്ങൾക്ക് നാം നന്ദിയാണ്. ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ടാകാം. തീർച്ചയായിട്ടും വളരെ വലിയ അനിമൽ പ്രോഫിറ്റ്സിന് വളരെ വലിയൊരു നഷ്ടം. ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുമായിരുന്നു സമൂഹത്തിലുള്ള എല്ലാവരുമായിട്ട്. പ്രവിശ്യകളച്ഛൻ സൂചിപ്പിച്ചതുപോലെ വലിയ കോലാഹലങ്ങളൊന്നുമില്ലാണ്, വളരെ സൗമ്യനായി, എന്നാൽ വേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് കടന്നുപോയ ഒരു വ്യക്തിയാണ്, വിശ്വന്യാസ വൈദ്യനാണ് നമ്മുടെ സിക്സ്ത് സെഞ്ചുറി. മുതലും മുംബൈയിലും ഒക്കെ അച്ഛനോട് കൂടെ പ്രവർത്തിച്ചവർക്ക് ഇതിൽ കൂടുതൽ പറയുവാനുണ്ടാവും. അടുത്തത് ക്രൈസ്റ്റ് ടുഡേ എന്ന് പറയുമ്പോൾ ദൈവം സിക്സ്ത് സെഞ്ചുറിയോട് ഏത് പ്രകാരത്തിൽ വർദ്ധിച്ചു, ദൈവം സിക്സ്ത് സെഞ്ചുറി എങ്ങനെയായി? ഇതുവരെ നമ്മൾ കണ്ടു സിക്സ്ത് സെഞ്ചുറി ദൈവം ഏത് പ്രകാരത്തിൽ നന്മകൾ നൽകി. ഇത് സിക്സ്ത് സെഞ്ചുറിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ആധ്യാത്മിക പിതാക്കന്മാർ പറയും, സ്വർഗപ്രവേശനം ലഭിക്കുക പൂർണ്ണമായും ക്രിസ്തുവിനെ പോലെ ക്രിസ്തു ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടവർക്കായി ആണ്. ക്രിസ്തു ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സിക്സ്ത് സെഞ്ചുറി എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യനല്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്യേണ്ട കടമകൾ ചെയ്തു, ഭംഗിയായി പ്രാർത്ഥിച്ചു, ഭംഗിയായി ജീവിച്ചു, സന്യാസ ജീവിതം അങ്ങേയറ്റം വിശ്വസ്തയോടുകൂടെ പരിപാലിച്ചു. എന്നാൽ ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഇംപെർഫെക്ഷൻസ്, പോരായ്മകളുണ്ടാണ്. ആ പോരായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നാം ദൈവമേ, പാപങ്ങളും പോരായ്മകളും പുറത്ത് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട അച്ഛനെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് മാലാഖമാരോടൊപ്പം വസിക്കുന്നവരെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥന. ഈ പ്രാർത്ഥന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നാം അച്ഛനു വേണ്ടി യാചിക്കുകയാണ്. അച്ഛനോടുള്ള സ്നേഹത്തെ നാം ദൈവസന്നിധിയിൽ നിരത്തില്ല. അവസാനമായി ക്രൈസ്റ്റ് ഫോറെവർ എന്ന് പറയുമ്പോൾ ഭാവിയിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ ലതീൻ മൃതസംസ്കാര പ്രാർത്ഥനാ പുസ്തകത്തിലൊരു പ്രാർത്ഥനയിലൊരു വാക്കുണ്ട്. ദൈവമേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ മരിച്ച് ഒരിക്കൽ സ്വർഗത്തിലെത്തി ഈ സഹോദരനെ കണ്ട് ആനന്ദിക്കുന്നതിനുള്ള വരം നൽകുകയാണ്. ഓരോ മൃതസംസ്കാര കർമ്മങ്ങളിലും പങ്കെടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ജീവിതവും നിത്യജീവിതവും തമ്മിലുള്ള അകലം വളരെ ചെറുതാണ്. അത് തമ്മിൽ വേർതിരിക്കുന്ന മത വളരെ നേരിയതാണ്. ഏത് നിമിഷവും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവസിംഹാസനത്തിന് മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ ഹാജരാകും. അപ്പോൾ ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും നമ്മെ നയിക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിയും നാം കടന്നു ചെല്ലേണ്ടതാണ്. സ്വർഗത്തിലെത്തി നമ്മുടെ സിക്സ്ത് സെൻസിന്റെ മുഖത്തോട് മുഖം കാണുവാനുള്ള ആഗ്രഹം നമുക്ക് വേണമെങ്കിൽ, അതുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തേണ്ടിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കും. ഇറ്റ്സ് എ ടൈം ഓഫ് കൺവേർഷൻ. നമ്മുടെ മനസ്സ് മാറ്റപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും വൃഥാവിലായിരുന്നു. പ്രിയ സഹോദരങ്ങളിൽ, ഇന്ന് ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നത് സിക്സ്ത് സെഞ്ചുറി വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സിക്സ്ത് സെഞ്ചുറി യാത്രയാക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കാത്തു സൂക്ഷിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചത്. അവിടെ ഉയർത്തെഴുന്നേറ്റത് നിത്യം ജീവിക്കുന്നതായി നമ്മുടെ ഇടയിൽ വസിക്കുന്നത് നമ്മെയും അവിടുത്തെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുന്നു എന്ന് ആഗ്രഹിച്ച കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം പാപങ്ങൾക്ക് പൊറുതി നൽകി, പോരായ്മകളിൽ നിന്നും ബുദ്ധി നൽകി നമ്മുടെ പ്രിയപ്പെട്ട സിക്സ്ത് സെഞ്ചുറി അവിടുത്തെ സന്നിധിയിലേക്ക് സ്വീകരിക്കുമാറാകട്ടെ. ആ നല്ലിടയനായ യേശുനാഥൻ തൻ്റെ വലതുവശത്തേക്ക് ഈ സഹോദരനെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സഹോദരരെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ സ്തുതിക്കും നന്ദിക്കും നമ്മുടെ ഇവിടുത്തെ സഭകളുടെ നന്മയ്ക്കുമായി അങ്ങേയങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പരേതനായ സഹോദര സിസ്റ്റത്തിന്റെ പാപപ്രതിക്കായി ഈ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ പ്രിയപുത്രന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ ആഘോഷം സ്വീകരിച്ച് ഈ ജീവിതത്തിൽ ഇയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന വിശുദ്ധതയ്ക്ക് പ്രതിഫലമായി അങ്ങയുടെ സനാതന സാന്നിധ്യം ഇയാൾക്ക് അരുളുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തെ പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിൻ്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നവർക്ക് വരാനിരിക്കുന്ന അമർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേ അനുഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നു. തൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചു പോകുന്നവരെയും ക്രിസ്തുവിൻ്റെ ആൾക്കാരെ സന്നിഹിതനായിരുന്നുകൊണ്ട് അനുദിനം സമർപ്പിച്ച ഈ ദിവ്യബലി നാം ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. യേശുവിൻ്റെ ശരീരവും രക്തവും നാം ഇപ്പോൾ ആസ്വദിക്കുന്ന ഒരു അവസരം കൂടിയാണ് ദിവ്യബലി എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ വലിയ പുരോഹിതനെ കർത്താവിൻ്റെ ആൾക്കാരായി സമർപ്പിക്കാം. സർവശക്തമായ ദൈവം ഈ വലിയ വൈദികന് സ്വർഗത്തിൽ ഒരിടം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുവാൻ
സ്വമനസ്സായ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് ഉറച്ചത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴമെടുത്ത് പാനപാത്രമെടുത്ത് വീണ്ടും ഇരുപത്തി പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദീക്ഷനായ ജോസഫ് കളത്തിനോടും വൈദികണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൽപ്പെട്ട ആശീർവദിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങയെ കാരുണ്യത്തിൽ മരണപ്പെടുന്ന സകലരെയും ഓർക്കുകയും അവരുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യും. ഞങ്ങളെല്ലാവരും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവമാതാവായ പരിശുദ്ധതയെ അറിയപ്പെടും. ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസ്ഥയോട് അനുഗ്രഹീത അപ്പോസ്തലന്മാരോട് നിത്യജീവനിൽ പങ്കുചേർന്ന് അർത്ഥമാക്കുകയും അമയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കാര്യങ്ങളും ഭൂജിതരായി ദിവ്യയുടെ ചതുർമുഖത്തിനായി നിർഭയമായി ഏറ്റുചൊല്ലാം. ും
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറി നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസതൃക്കന്മാർക്ക് അങ്ങേ തിരുമണമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിത ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിനെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീതർ.
ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട പ്രൊഫസർ കൗൺസിലേഴ്സുമാരും തമിഴ്നാട്ടിലുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെ, വൈദികരെ, സമർപ്പിതരെ, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കുന്നത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. സിക്സ്തൻ യഥാർത്ഥത്തിൽ ഭാഗ്യവാനായ സന്യാസിയായിരുന്നുവെന്ന് ഇന്ന് നാം തിരിച്ചറിയുകയാണ് അച്ഛൻ്റെ നല്ലൊരു മരണത്തിലൂടെ. തൻ്റെ കർമ്മേത്ത സമർപ്പിത ജീവിതം ഏറിയ പങ്കും യഥാർത്ഥ വിഷ്ണുവിയായി ജീവിക്കുകയായിരുന്നു. സമൂഹത്തിൽ പ്രാർത്ഥനയുടെ നിറസാന്നിധ്യമായി ബന്ധപ്പെട്ട പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ നിശബ്ദതയുടെ പര്യായമായ ജീവിതമായി കടന്നുപോയി സിക്സ്തൻ. നിശബ്ദതയോടുകൂടെ ജീവിക്കുമ്പോഴും സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത അച്ഛൻ്റെ ഉള്ളിൽ കത്തിച്ചിരിക്കുന്നതായിരുന്നു. അത് വിളിയുടെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയാണ് വിളിക്കപ്പെടുക. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നത് കൂടെ ആയിരിക്കുവാനും അയക്കപ്പെടുവാനുമായിട്ടാണ്. കൂടെയായിരിക്കുന്നവരെ ഈ തീക്ഷ്ണത കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അച്ഛനോടൊപ്പം ജീവിച്ചവർക്കൊക്കെ പറയുവാൻ സാധിക്കും, അച്ഛൻ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ജീവിതത്തിലുടനീളം സുഹൃതജപങ്ങൾ ചൊല്ലി കടന്നുപോകുന്ന നല്ലൊരു സമർപ്പിതൻ പ്രാർത്ഥനയിൽ കൃത്യനിഷ്ഠതയോടുകൂടെ ദൈവത്തോടുകൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ഒരു ജ്വാല ഉള്ളിൽ കത്തിച്ചിരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ അച്ഛന് സാധിച്ചത്. കർത്താവിനെ സ്വീകരിച്ചത് സമൂഹത്തിന് വേണ്ടി കൊടുക്കുവാൻ അച്ഛന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഊട്ടി രൂപതയിലെ ബിഷപ്പ് അമൽരാജിൻ്റെയും അവിടെയുള്ള പുരോഹിതരുടെയും സമർപ്പിതരുടെയും നല്ലൊരു കുമ്പസാരക്കാരനായി തീരുവാൻ അച്ഛന് സാധിച്ചു. കർത്താവിനോട് കൂടെയായിരുന്നവരുടെ തീക്ഷ്ണത കത്തിജ്വലിച്ചത് കൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി അക്ഷീണം എത്തിക്കുവാൻ അച്ഛന് സാധിച്ചത്. അച്ഛൻ്റെ കടന്നുപോകൽ വലിയൊരു വേദനയാണ്. ആ വേദന മഞ്ഞുമൽ പ്രോവിൻസിനും കോട്ടഗിരി കാർമേറ്റ് പ്രയർ ഹൗസിനും ഊട്ടി രൂപതയ്ക്കും അവിടെയുള്ള കുടുംബങ്ങൾക്കും നികത്താനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ പ്രാർത്ഥനയുടെ രൂപത്തിലും അനുശോചനത്തിൻ്റെ രൂപത്തിലും സാന്നിധ്യത്തിലുമൊക്കെ കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരുപാട് പിതാക്കന്മാർ പ്രാർത്ഥനയോടെ അനുശോചനം അറിയിച്ചു. ജോസഫ് കളത്തിപ്പറമ്പ് പിതാവ്, അതോടൊപ്പം ഇന്നേ ദിനം ഇവിടെ കിടന്നുകൊണ്ട് കോട്ടപ്പുറം പിതാവ് ഭദ്രാൻ ജോസഫ് കരിശ്ശേരി പിതാവ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരെയൊക്കെ പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ
വിളിച്ച് ഫോണിലൂടെ അനുശോചനം അറിയിച്ച ഊട്ടി ബിഷപ്പ് അമൻരാജ് പിതാവിനെയും കോട്ടഗിരി ഇടവക വികാരി ജ്ഞാനദാസനെയും സിക്സ് ആത്മീയ ഗുരുവായിരുന്ന കോട്ടഗിരിയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളെയും വളരെ പ്രത്യേകമായി അച്ഛനെ എപ്പോഴും സന്തോഷത്തോടു കൂടെ ശുശ്രൂഷിച്ച ഹോളി ഫാമിലി ഹോസ്പിറ്റൽ സിസ്റ്റർ കിറ്റിയെയും ഡോക്ടർ സിസ്റ്റർ കിറ്റിയെയും സഹോദരിമാരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ്റെ സേവനത്തിൻ്റെ ഫലമനുഭവിക്കുന്നതിൻ്റെ വലിയ അടയാളമായി തമിഴ്നാട്ടിൽ നിന്ന് വിവിധ ഇടവകകളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്ന വൈദികരെയും എല്ലാ ഇടവക ജനങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ സന്ദേശങ്ങളിലൂടെ അനുശോചനം അറിയിച്ച ആഗോള കർമ്മയത്ത സഭയുടെ ജനറലായ സഹോദരി അച്ഛനെയും എല്ലാ കൗൺസിലേഴ്സിനെയും വിവിധ പ്രോവിൻസുകളിലെ പ്രൊഫഷണൽമാരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. സമർപ്പണ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് ഓരോ അംഗങ്ങളോടുമുള്ള കരുതലും ശുശ്രൂഷയുമാണ്. മനുവൽ പ്രോവിൻസിൻ്റെ പാരമ്പര്യം മുതിർന്ന അംഗങ്ങളോടുള്ള പ്രത്യേകിച്ച് രോഗികളോടുള്ള കരുതലും സ്നേഹവുമാണ്. ഈ സ്നേഹ സമീപനത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന തിരിച്ചറിവായിരുന്നു ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രൊഫഷണൽസിൻ്റെയും കൗൺസിലേഴ്സിൻ്റെയും സംയോജിതമായ ഇടപെടലിലൂടെ തിരിച്ചറിയുവാൻ സാധിച്ചത്. നിയന്ത്രണങ്ങളുള്ള ഈ കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയിലെ കോത്തഗിരിയിലെ പരിമിതികൾ മനസ്സിലാക്കി വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ഞൾ സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ശുശ്രൂഷിക്കുകയും ചെയ്ത വലിയ ബഹുമാനപ്പെട്ട പ്രൊഫഷണൽസിനെയും കൗൺസിലേഴ്സിനെയും കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനെ എളിയ വാത്സല്യത്തോടെ ശുശ്രൂഷിച്ച മഞ്ഞൾ സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഗോൾബിനച്ഛനെയും ലാൽച്ചുവലിനെയും അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റർ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അച്ഛൻ്റെ അവസാന നാളുകളിൽ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ കുടുംബാംഗങ്ങൾ ഒരുപാട് സന്തോഷത്തോടുകൂടെ അച്ഛനെ ശുശ്രൂഷിച്ചു. ആ കുടുംബാംഗങ്ങളെ പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുന്നു. വളരെ പ്രത്യേകമായി അച്ഛൻ്റെ സഹോദരി പുത്രനായ ജോസ് ചേട്ടനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇന്ന ദിനത്തിൽ എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ച ഈ ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനും ഇടവക വികാരിയുമായ ടൈറ്റസ് കാലിസേരി അച്ഛനെയും മാസ്റ്റർ ആന്റണി കാവുള്ള അച്ഛനെയും എല്ലാ പ്രദേശത്തെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും സിക്സ് സത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുകയെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹബഹുമാനപ്പെട്ട സിക്സ് സത്തിൻ്റെ ഈ അന്തിമോപചാര കർമ്മത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ ദേവാലയത്തിലുള്ള ഈ തിരുക്കർമ്മത്തിന് ശേഷം ബഹുമാനപ്പെട്ട സിക്സ് സത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പ്രധാന കവാടത്തിലൂടെ എതിർവശത്തുള്ള സന്യസ്തരുടെ സെമിത്തേരിയിലേക്ക് നമുക്ക് പോകും. വഹിക്കുന്നത് സന്യസ്തരായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പള്ളിക്ക് തൊട്ട് ഒരു ദിവസത്തുള്ള ചെറിയ ഹോളിലേക്ക് നിങ്ങളെ ചെറിയ ചായ സംസാരത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
സെമിത്തേരിയിൽ നമുക്ക് സ്ഥല പരിമിതിയുണ്ട്. കോവിഡിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതനുസരിച്ച് തന്നെ നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാധിക്കാതെ ഓർമ്മ നിൽക്കുക. പ്രാർത്ഥനകൾക്ക് ശേഷം എല്ലാവരും ഒന്ന് ശിക്ഷത്തിന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവസാന കാര്യങ്ങളിലേക്ക് നാം നടക്കുക. അപ്പോൾ തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട ശിക്ഷൻ്റെ 7ാം ചരമ ദിനമായി നാം ആചരിക്കുന്നത് വരുന്ന വ്യാഴാഴ്ച 14-ാം തീയതിയാണ്. വ്യാഴാഴ്ച 14-ാം തീയതി 11 മണിക്ക് ബലിയർപ്പിക്കപ്പെടുന്നു. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയിൽ നിന്നുള്ള ഭോജനത്താൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങളെ അപേക്ഷിക്കുന്നു. അങ്ങേ സഭയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്ത പരേതനായ ഞങ്ങളുടെ സഹോദര ശുശ്രൂഷത്തിൻ്റെ ആത്മാവ് ഈ ബലിയുടെ ശക്തിയാൽ അങ്ങേക്ക് ആരംഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ഈ ദിവ്യപൂജ സമാപിച്ചു.